പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പുകാലം 4-ാം ആഴ്ചയിലേക്ക് ഇന്നലെ പ്രവേശിച്ചു. മറ്റന്നാൾ ബുധനാഴ്ച പാതി നോമ്പായി. ഈ നോമ്പുകാലത്തിൽ നമ്മൾ നമ്മുടെ വിശുദ്ധീകരണത്തിൽ ചേർന്ന കാര്യങ്ങളാണ് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്, പ്രത്യേകിച്ച് കുർബാന മധ്യയുള്ള വായനകളിൽ. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഇതിലെ വിഷയം ബെത്സൈദയിലെ രോഗശാന്തി ആണ്. കർത്താവ് മനുഷ്യരെ എല്ലാവരെയും കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. കണ്ട് അറിഞ്ഞ് കർത്താവ് അവർക്ക് ആവശ്യമായിട്ടുള്ളത് നൽകുന്നു. ബെത്സൈദ കുളക്കരയിൽ കർത്താവ് കടന്നു വന്നപ്പോൾ അവിടെ നിരവധി രോഗികൾ കിടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ രോഗികളെയും കാണുന്നുണ്ടെങ്കിലും അതിൽ ഒരു രോഗിയെ പ്രത്യേകമായിട്ട് കാണുകയാണ്. വർഷങ്ങളോളം തളർവാദം പിടിച്ച് കിടക്കുന്ന ഒരു രോഗി. അപ്പോൾ ആ രോഗിയുടെ സമീപത്ത് നിന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം വേണ്ടേ, നിനക്ക് സൗഖ്യം ഉണ്ടാകണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആ തളർവാദ രോഗി ആളുടെ വിഷമം പറയുകയാണ്. അവളുടെ വിശ്വാസം അനുസരിച്ച് ആ കുളത്തിൽ ദൈവിക ദൂതം വന്ന് വെള്ളം ഇളക്കും. ആ ഇളക്കുന്ന വെള്ളത്തിൽ ആദ്യം ഇറങ്ങുന്നവർക്ക് രോഗശാന്തി ലഭിക്കും. ഈ തളർവാദ രോഗിക്ക് എങ്ങനെ എഴുന്നേൽക്കാനാ, നടക്കാനാ, ചെന്നിറങ്ങാനാ, ഇതൊന്നും സാധ്യമല്ല. ആ ഒരു അവസ്ഥയിൽ കർത്താവ് ചെന്ന് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യം ഉണ്ടാകണ്ടേ? അപ്പോൾ സൗഖ്യം ഉണ്ടാകണം. സൗഖ്യം കൊടുക്കാൻ ദൈവം മനസ്സുണ്ട്, പക്ഷേ ആ സൗഖ്യം സ്വീകരിക്കാൻ ആ തളർവാദ രോഗിക്ക് മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചറിയുകയാണ്. അവന് സൗഖ്യം ആവശ്യമാണ്. കർത്താവ് അവനെ വെള്ളത്തിലേക്ക് ഇറക്കല്ല ചെയ്തത്. വെള്ളത്തിലിറങ്ങിയാൽ സൗഖ്യം കിട്ടും, പക്ഷേ ആ വെള്ളം ഇളക്കുന്ന ദൈവം അവനെ ഇളക്കുകയാണ്. എഴുന്നേറ്റ് കിടക്കയും എടുത്ത് പോവുക. അവൻ കിടക്കയെടുത്തു. സാബത്ത് ദിവസം പണിയെടുക്കാൻ പാടില്ല. അവൻ കിടക്കയും എടുത്ത് നടക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിയമറ്റാർ ഫരിസയർ വന്ന്, എന്താ സാബത്ത് ദിവസം പണിയെടുക്കാൻ പാടില്ലല്ലോ, ജോലി ചെയ്യാൻ പാടില്ലല്ലോ, പിന്നെ എന്തിനാ കിടക്കയും കൊണ്ട് നടക്കണേ? നമ്മൾ ആ ഭാഗം ഒന്ന് ചിന്തിക്കണം. എന്തിനാണ് ഇവൻ കിടക്കയും എടുത്ത് നടക്കുന്നത്? കിടക്കയും എടുത്ത് നടക്കുക എന്ന വചനം കർത്താവിൻ്റെയാണ്. ആ വചനം അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ആ കിടക്കയും എടുത്തുകൊണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയാണ്. ആ കിടക്കയെടുത്ത് നടക്കുമ്പോൾ കർത്താവിൻ്റെ വചനം ആ വചനത്തോടു കൂടി ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കാൻ സാധിക്കണം. അതാണ് നോമ്പ്, ഉപവാസം, ഇതിൻ്റെയൊക്കെ അർത്ഥം. ദൈവത്തോടു കൂടെ ആയിരിക്കുക. നമുക്ക് ആ കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോഴാണ് ആ ദൈവം നമുക്ക് നൽകുന്ന അറിവ്, ജ്ഞാനം, കഴിവ് തുടങ്ങിയ ദൈവിക മൂല്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കുക, കാണാൻ സാധിക്കുക. മനുഷ്യരിൽ ഈ മൂല്യങ്ങളെ കണ്ട് അറിഞ്ഞുകൊണ്ട് ഇതെല്ലാം മനുഷ്യർക്ക് ആവശ്യമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു. ആ ദൈവിക ദർശനത്തിന് ചേർന്ന വിധം നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നു. അതുവഴി കാണാനും കേൾക്കാനും അറിയാനും സാധിക്കുന്നു. ഈ കണ്ട് കേട്ട് അറിഞ്ഞ കാര്യങ്ങൾ നാം പ്രാവർത്തികമാക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുക വഴി കിട്ടേണ്ടതായിട്ടുള്ള യഥാർത്ഥ ദൈവാനുഭവം നമുക്ക് കിട്ടുക. ആ അനുഭവത്തിലാണ് നമ്മൾ വളരേണ്ടത്. അങ്ങനെ വളരുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അജ്ഞത ധാരാളം സംഭവിച്ചേക്കാം, സ്നേഹമില്ലായ്മ സംഭവിച്ചേക്കാം, തിന്മകളുണ്ടായേക്കാം. പക്ഷേ ഈ സാഹചര്യങ്ങളിലെല്ലാം ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഉള്ളിൽ ശരിയുണ്ട്. ആ ശരിയായത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ആ ശരിയായതിനെ നമ്മൾ സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ വന്നുപോയ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ വന്നു പോകുന്ന തെറ്റുകൾക്ക് വിപരീതമായിട്ടുള്ള നന്മകൾ ചെയ്യുമ്പോൾ അതാണ് പ്രായശ്ചിത്തം. നമ്മൾ ചിലപ്പോൾ കുമ്പസാരത്തിലെ കുറേ സ്വർഗസ്ഥനായ പിതാവ് നന്മ പ്രാർത്ഥന ചെല്ലും, നല്ല കാര്യം. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായി ഉണ്ടാകേണ്ട യഥാർത്ഥ പ്രായശ്ചിത്തം ഏത് തെറ്റ് ചെയ്തോ അതിന് വിപരീതമായ നന്മ ചിന്തിക്കുക, നന്മ പ്രവർത്തിക്കുക. എങ്കിൽ ആ പ്രവൃത്തികൾ നമ്മൾ ദൈവത്തെ പോലെ മറ്റുള്ളവരെ ആ നന്മയിലേക്ക് വളരാൻ ഇളക്കുന്നവരാകും. ദൈവിക ദൂതം വന്ന് വെള്ളം ഇളക്കി ആ വെള്ളത്തിലിറങ്ങുന്ന ഏത് വ്യക്തിക്കും സൗഖ്യം ലഭിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ നന്മകൾ പ്രവർത്തിക്കുമ്പോൾ തിന്മകൾ ഉള്ള ഇടങ്ങളെല്ലാം ഇളകിമറിയും. അങ്ങനെ ഇളകിമറിയുമ്പോൾ തിന്മയായവ
അത് ഒലിച്ചു പോകും. ചിലപ്പോഴൊക്കെ നിങ്ങൾ ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും, അവിടെ വെള്ളം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഈ നമ്മൾ ചാടി കഴിയുമ്പോൾ മുകളിലെ വെള്ളം അങ്ങനെ ഓളം തട്ടി സൈഡിലുള്ള ചാലിലേക്ക് പോയി ആ ചാലിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്നു. അശുദ്ധമായ ജലമാണ് മുകളിൽ വരിക. അപ്പോൾ വെള്ളം ശുദ്ധീകരിക്കുമ്പോൾ, വെള്ളം ഇങ്ങനെ പതപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇളകുമ്പോൾ ഈ ഇളകിയ വെള്ളത്തിന് മുകൾ വശത്തുള്ള അശുദ്ധമായിട്ടുള്ള വെള്ളം അതിങ്ങനെ തേട്ടി തേട്ടി പോകും, ശുദ്ധജലം വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ നമ്മുടെ മനസ്സുകളെ ഇളക്കാൻ സാധിക്കണം. മനസ്സുകളെ ഇളക്കുമ്പോഴാണ് നമ്മിലുള്ള ആ തിന്മകൾ ഇളകി പൊങ്ങി അത് ഒലിച്ചു പോകുക. എങ്കിൽ നമ്മുടെ മനസ്സ് ദൈവം വിശുദ്ധീകരിക്കുന്നതിനനുസരിച്ച്, ഇളക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സുകളെ നമുക്ക് വിശുദ്ധീകരിക്കാൻ സാധിക്കും. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട മനസ്സാകുമ്പോൾ നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ സംസാരം, നമ്മുടെ പ്രവർത്തനം ഇതെല്ലാം ഈ ദൈവിക വിശുദ്ധിക്ക് ചേർന്നാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ മാറുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ അറിവ്, യഥാർത്ഥ കഴിവ്, യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ പ്രവൃത്തി, യഥാർത്ഥ ദൈവിക സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിതം നയിക്കാൻ സാധിക്കുക. അതിനുള്ള ഒരു ചെറിയൊരു കാലഘട്ടമാണ് ഈ നോമ്പാചരണം. ഈ നോമ്പാചരണത്തിൽ നമുക്ക് ഇനിയുള്ള ഒരു 27 ദിവസമുണ്ട്. ഈ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുക. എന്താണ് ദൈവം നമുക്ക് നൽകുന്ന അറിവ്, കഴിവ് എന്താണെന്ന് അറിയുക. ആ അറിവിനും കഴിവിനും ചേർന്ന വിധം ആ ദൈവിക വചനം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുക. ആരൊക്കെ അതിന് വിപരീതം വന്നാലും ആ ദൈവം നമ്മെ കാത്ത് സംരക്ഷിക്കും. ദൈവിക സംരക്ഷണത്തിൽ ആയിരിക്കുവാൻ ദൈവവചനം നാം നമ്മുടെ മനസ്സിൽ നിലനിർത്തുക. അല്ലാതെയുള്ള നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളുടെ വചനത്തെ ദൂരീകരിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.